ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളീ കാണുന്നത് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നിത്യസന്ദർശകനായിട്ടുള്ള ചിന്നൻ കാക്കയാണ് നിങ്ങൾ കാണുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഇത് രാവിലെ ഒരു 7 മണിക്ക്, ആദ്യകാലങ്ങളിൽ ഇപ്പോഴും 7 മണിക്കാണ് കറക്റ്റായിട്ട് വരും. 6:55 വന്നിട്ട് ശബ്ദം ഉണ്ടാക്കും, കാ കാ കാ. ആദ്യ സമയത്ത് ഞാൻ ഒരു ദിവസം ചോറ് വെച്ച് കൊടുത്തിരുന്നു. 2 വറ്റ കഴിച്ചതിന് ശേഷം പറന്നുപോയി. പിറ്റേ ദിവസം അതേ സമയത്ത് വന്നു. അപ്പോൾ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പൊരി കൊടുത്തു നോക്കി, പൊരി കഴിക്കാതെ പോയി. അടുത്ത ദിവസം അത് വന്നു. അടുത്ത ദിവസം ഞാനതിന് അവിൽ കൊടുത്തു, അവിലും കഴിച്ചില്ല. അതിനടുത്ത ദിവസം എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് തിരഞ്ഞപ്പോൾ കയ്യിൽ കിട്ടിയത് പൂച്ചയുടെ ബിസ്ക്കറ്റിൻ്റെ പേര്, പൂച്ച ബിസ്ക്കറ്റ്. കുറച്ച് ബിസ്ക്കറ്റ് ഞാൻ കൊടുത്തു. പക്ഷേ അത് വേഗം കൊത്തി കൊത്തി കഴിച്ച് അടുത്തുണ്ടായിരുന്നൊരു പാത്രത്തിൽ നിന്ന് വെള്ളവും കുടിച്ചിട്ട് പോയി. അടുത്ത ദിവസം അത് കൃത്യസമയത്ത് വന്നു. അന്ന് ഞാൻ പൂച്ച ബിസ്ക്കറ്റ് കൊടുത്തു. അത് അതീവ തൃപ്തിയോടെ കഴിച്ച് പറന്നുപോയി. അടുത്ത ദിവസം ഞാൻ പൂച്ച ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തില്ല. അന്ന് അത് പതിവ് പോലെ ശബ്ദമുണ്ടാക്കി വന്നു. അത് കൂടാതെ പതിവിലധികം ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെ ചീത്ത പറയുകയാണെന്ന്. എന്തൊക്കെയോ പറഞ്ഞിട്ട് പറന്നുപോയി. എന്നെ ചീത്ത പറഞ്ഞതാണെന്ന് മനസ്സിലായതിനാൽ ഞാൻ പിന്നീടുള്ള ദിവസങ്ങളിൽ കൃത്യമായി പൂച്ച ബിസ്ക്കറ്റ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ അതിൻ്റെ ചീത്ത കേൾക്കണമല്ലോ. എന്തുകൊണ്ടാണ് പൂച്ച ബിസ്ക്കറ്റ് മാത്രം ഇത്ര ഇഷ്ടം എന്ന് ഞാൻ കാക്കയ്ക്ക് എന്താണ് ഇത്ര ഇഷ്ടം എന്നുള്ളത് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഉത്തരങ്ങളാണ് ഞാൻ പറയണേ. പൂച്ച ബിസ്ക്കറ്റുകൾ പ്രധാനമായിട്ടും മീൻ, കോഴി, മറ്റ് മാംസങ്ങൾ എന്നിവയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇവയിൽ പ്രോട്ടീനും കൊഴുപ്പും കൂടുതലായിരിക്കും. കാക്കകളെ ഓംനിവോറസ് പക്ഷികളാണ്. ഓംനിവോറസ് എന്ന് പറഞ്ഞാൽ സസ്യഭക്ഷണവും മാംസാഹാരവും രണ്ടും കഴിക്കും. അതിനാൽ ഇത്തരം പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണം ഈ കാക്കകൾക്ക് വളരെ പ്രിയമാണ്. പൂച്ച ബിസ്ക്കറ്റിലുള്ള മീനിൻ്റെയും മാംസത്തിൻ്റെയും ഗന്ധം ഉണ്ടല്ലോ, വളരെ ശക്തമാണ്. കാക്കകൾക്ക് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അവർക്ക് ഈ ഗന്ധം വളരെ ആകർഷകമാണ്. അതാണ് ഒരു തവണ കഴിച്ചാൽ അത് എവിടെ കിട്ടണമെന്ന് തിരഞ്ഞ് നടക്കുന്നത്. എളുപ്പത്തിൽ കിട്ടുന്ന ഭക്ഷണം എന്ന ഒരു ആകർഷണം കൂടി ഉണ്ട് ഇതിന്. കാരണം മനുഷ്യൻ പൂച്ചകൾക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുമ്പോൾ കാക്കകൾക്ക് പൂച്ചകളെ ഭയപ്പെടുത്തിയിട്ട് എളുപ്പത്തിൽ ഇത് കവർച്ച ചെയ്യാൻ കഴിയും, പൂച്ചകളെ പേടിപ്പിക്കാൻ കഴിയും. കാക്കകൾ പൊതുവെ ബുദ്ധിശാലികളാണല്ലോ. അവ എളുപ്പം കിട്ടുന്ന രുചിയുള്ള ഭക്ഷണം വേഗം തിരഞ്ഞെടുക്കും. എളുപ്പത്തിൽ പണി കഴിക്കാൻ എപ്പോഴും കാക്ക നോക്കും. ബുദ്ധിമാനാണ്. ഒരിക്കൽ ബിസ്ക്കറ്റിൻ്റെ രുചി അനുഭവിച്ച കാക്കകൾ അത് ഓർത്തു വയ്ക്കും. പിന്നെയും അതേ ഭക്ഷണം അന്വേഷിക്കും. മെമ്മറി ശക്തമായ പക്ഷികളാണ് കാക്കകൾ. ഉണക്കമീൻ, പുഴുങ്ങിയ മീൻ, ചെറിയ മാംസകഷ്ണങ്ങൾ, മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, റോഡ് കിൽ എന്ന് പറയില്ലേ, മുതലായവ. കാക്കകളെ ഇവയെ കഴിച്ച് പരിസ്ഥിതിയെ ശുദ്ധമാക്കുന്ന സാനിറ്ററി പക്ഷികൾ കൂടിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു സാനിറ്ററി പ്രവർത്തകനാണ് കാക്ക. പുഴുക്കൾ, കിളികൾ, തവളകൾ, ചെറിയ ജീവികളൊക്കെ ഭക്ഷിക്കുന്ന ജീവി കാക്ക. ഞാൻ അതും പോട്ടെ, ഇതിൻ്റെയൊക്കെ അപ്പുറം പുറത്ത് വെച്ചിട്ടുള്ള എണ്ണ വിളക്കുകളില്ലേ, ദീപങ്ങളിലത്തെ തിരി അവയ്ക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. തിരികൾ അവയ്ക്ക് വളരെ സ്വാദിഷ്ടമാണ്. എണ്ണയോട് കൂടിയ തിരി ധാരാളം കഴിക്കും. അമ്പലങ്ങളിലും നമ്മുടെ മുറ്റത്തൊക്കെ നമ്മൾ ദീപം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ദീപാവലി സമയത്ത് ദീപം വെച്ചിരുന്നതിൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ എണ്ണയോടുകൂടി തിരി കഴിക്കും. മധുരമുള്ള പഴങ്ങൾ, അരി, ഗോതമ്പ്, ചോളം, പയറുവർഗ്ഗങ്ങൾ, കതിരുകൾ എന്നിവയും കഴിക്കും. ചപ്പാത്തി കഷ്ണം, ബിസ്ക്കറ്റ്, അരി, പൊരി എന്നിവയൊക്കെ കഴിക്കുമെങ്കിലും ഏറ്റവും പ്രിയം പൂച്ച ബിസ്ക്കറ്റ് തന്നെയാണ്. കാക്കയെ നിങ്ങൾക്ക് പെറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ 2-3 ഐഡിയ പറയാം.
കാക്ക രാവിലെയോ വൈകുന്നേരമാണോ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയം ഉണ്ടാവില്ല, സമയക്രമം. കാക്ക സമയക്രമം പാലിക്കും, നമ്മൾ സമയക്രമം പാലിക്കണം. ദിവസവും കൃത്യമായ സമയത്ത് ഒരേ സ്ഥലത്ത്, ശാന്തമായൊരു സ്ഥലത്ത് അതിന് ഭക്ഷണം വെച്ചു കൊടുത്ത് എന്തെങ്കിലും പ്രത്യേക ശബ്ദമുണ്ടാക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് മനസ്സിലാകും ഈ ശബ്ദം കേട്ടാൽ ഭക്ഷണം കിട്ടുമെന്ന്. പിന്നീട് നമ്മൾ ആ ശബ്ദമുണ്ടാക്കി വിളിച്ചാൽ കാക്ക വരും. സ്ഥിരമായി ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഭക്ഷണം വെച്ചു കൊടുത്താൽ ആ സ്ഥിരത കാക്കയ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ വീട്ടിലില്ലെങ്കിലും കൃത്യസമയത്ത് കാക്ക വരും. ചില കാക്കകളുണ്ടല്ലോ റിട്ടേൺ ഗിഫ്റ്റ് നമുക്ക് തരും. നമ്മൾ കൊടുക്കുന്നതിന് അതിന് ഇഷ്ടമുള്ള ചില സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരും. ചെറിയ മരക്കഷ്ണം, കല്ല്, പൂവിൻ്റെ തണ്ട്, അതൊക്കെ അതിന് വഹിക്കാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരും. സാധനങ്ങൾ നമുക്ക് അതിൻ്റെ സ്നേഹസ്മരണയിലാണ്, നമ്മളോടുള്ള സ്നേഹത്തിൽ അതിനിഷ്ടമുള്ള ചില സാധനങ്ങൾ കൊണ്ടുവന്ന് തരും. നമുക്ക് ഉപയോഗം ഉണ്ടോയെന്നും അതിനറിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ്: സ്ഥിരത, രുചികരമായ ഭക്ഷണം, സുരക്ഷിത സ്ഥലം, വിശ്വാസം. ഇവയെല്ലാം കൂടിയാൽ കാക്കയുടെ സൗഹൃദം നമുക്ക് ലഭിക്കും എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിലത്തെ ചിന്നൻ കാക്ക ഒരു തെളിവാണ്. താല്പര്യമുള്ളവർ കാക്കയെ ഒരു പെറ്റാക്കിക്കോളും. താല്പര്യമുള്ളവരും അല്ലാത്തവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായി വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.
ആഹാരം. ഇവിടെ ആരെങ്കിലും വന്ന ഇങ്ങോട്ട് വന്നതാ. അതിന് ആഹാരം കൊടുക്കണോണ്ടേ അതിനറിയാം. രണ്ടാളുണ്ട്.